നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഴുത്തുകാരനും ആധ്യാത്മിക പ്രഭാഷകനുമായ എൻ കൃഷ്ണകുമാർ മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പേരിൽ നടത്തുന്ന പ്രഭാഷണ പരമ്പര എല്ലാ ശനിയാഴ്ചകളിലും നാട്ടുവിശേഷങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. ഈ പരമ്പര മുടങ്ങാതെ കണ്ട് മഹാഭാരതത്തിൻ്റെ കഥകൾ മനസ്സിലാക്കി മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം നടത്താൻ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മാത്രമല്ല, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മഹാഭാരതത്തിലൂടെ എന്ന ഒരു പരിപാടി നാട്ടുവിശേഷങ്ങളിലൂടെ ഇന്നു മുതൽ എല്ലാ ആഴ്ചയും സംപ്രേഷണം ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതം. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അങ്ങനെ 4 വേദങ്ങൾക്ക് ശേഷം പിന്നീട് പഞ്ചമവേദമായി അംഗീകരിച്ചിട്ടുള്ള മഹാഭാരതം. വേദവ്യാസനാൽ വിരചിതമായ ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു പോലും. ഒട്ടേറെ വ്യാഖ്യാനങ്ങളും ഒട്ടേറെ ഗ്രന്ഥങ്ങളും ഒട്ടേറെ കഥകളും ചെറുകഥകളും അങ്ങനെ ധാരാളം ഉപകഥകളുമായി മഹാഭാരതത്തെ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ആ മഹാഭാരതത്തിൻ്റെ ചെറിയ ചെറിയ കഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹാഭാരതത്തെക്കുറിച്ച് പറയുക, ഈ ഗ്രന്ഥത്തിലുള്ളതെല്ലാം എല്ലായിടത്തും കാണാം. ഇതിലില്ലാത്തത് എവിടെയും കാണില്ല. കാരണം അത്രയും വിശേഷണങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പുലർത്തുവാൻ പാടില്ലാത്തതുമായ ഒട്ടേറെ സന്ദേശങ്ങൾ തരുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് മഹാഭാരതം. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ കഥയായിട്ട് മഹാഭാരതത്തിൽ നമുക്ക് പറയാമെങ്കിലും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ സന്ദേശങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ നശ്വരമായ ജീവിതത്തിൽ നമുക്ക് പുലർത്തിക്കൊണ്ടുപോകാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ മഹാഭാരതത്തിലെ ചെറിയ ചെറിയ കഥകളിലൂടെ ഈ നാട്ടുവിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നമുക്കറിയാം, നമ്മുടെ സംസ്കാരം സനാതന ധർമ്മമെന്നും ആർഷഭാരത ധർമ്മമെന്നും ഹിന്ദു ധർമ്മമെന്നും ഒക്കെ പറയുന്ന ഈ നാടിൻ്റെ സംസ്കാരം എപ്പോഴും ഒരു മാതൃഭാവത്തോടു കൂടിയുള്ള സംസ്കാരമാണ്. ജന്മം നൽകിയ രാജ്യത്തെയും പെറ്റമ്മയോടൊപ്പം തന്നെ ജന്മം നൽകിയ രാജ്യത്തെയും നമ്മുടെ ഭാഷയെയും സ്വന്തം ഭാഷയെയും ഒക്കെ മാതൃഭാഷയായും മാതൃരാജ്യമായും കണക്കാക്കുന്ന ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നാം ഭാരതീയർ. അതുകൊണ്ട് ഈ മഹാഭാരത കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മഹാഭാരതത്തിലെ വളരെ പ്രശസ്തരായ 2 അമ്മമാരിലൂടെ തന്നെ ആദ്യത്തെ ഈ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം. പ്രശസ്തരായ 2 അമ്മമാർ, ഗാന്ധാര രാജകുമാരിയായ കൗരവരുടെ മാതാവായ ഗാന്ധാരിയും പാണ്ഡവ മാതാവായ കുന്തിദേവിയും. ഗാന്ധാര രാജ്യത്തിലെ ആ രാജാവിൻ്റെ മകൾ, സുന്ദരിയായ മകൾ, സഹോദരന്മാരോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച മകൾ. എന്നാൽ കൗരവ പുത്രന്മാരിൽ ആദ്യത്തെ പുത്രനായ അന്ധനായ ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഭീഷ്മർ കണ്ടെത്തിയ വധു ആ രാജ്യത്തെ രാജകുമാരിയായിരുന്നു. അന്ധനായ ധൃതരാഷ്ട്രർക്ക് മകളെ കൊടുത്തയക്കാൻ പിതാവിനോ അല്ലെങ്കിൽ ആ സഹോദരിയെ പറഞ്ഞു വിടുവാൻ സഹോദരന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭീഷ്മരുടെ ശക്തിയും ഭീഷ്മരുടെ ആ പ്രഭാവവും അല്ലെങ്കിൽ അവരത് കണ്ട് പേടിച്ചുകൊണ്ട് തന്നെ തൻ്റെ സുന്ദരിയായ മകളെ അന്ധനായ ധൃതരാഷ്ട്രന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് മഹാഭാരതത്തിൽ കാണുന്നത്. തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന് അറിഞ്ഞ സമയം തന്നെ തൻ്റെ 2 കണ്ണുകളും ഇറുക്കി അടിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യം വേണ്ട എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഗാന്ധാരി അന്ധയായി മാറുന്ന രംഗം മഹാഭാരതത്തിലുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഗാന്ധാരിയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു മഹത്വം, നമുക്കറിയാം, ഇന്ന് നമ്മുടെ മക്കൾ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ അധ്യാപകർ വിളിച്ച് നമ്മുടെ മക്കൾ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തൻ്റെ മക്കൾ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന അമ്മമാരുള്ള ഈ രാജ്യത്ത് ഗാന്ധാരിയിൽ കണ്ട വലിയൊരു മഹത്വമുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ
തൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദുര്യോധനൻ ഗാന്ധാരിയുടെ അടുത്തെത്തുമ്പോൾ ഗാന്ധാരി പറയുന്ന വാചകമുണ്ട്, യഥാ ധർമ്മസ്തതോ ജയം. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും. എത്ര അമ്മമാരെന്നത് പറയും. അത്രയും നീതിബോധമുള്ള ഗാന്ധാരി തൻ്റെ ഭർത്താവിൻ്റെ അന്ധത തനിക്കും ബാധിക്കണമെന്ന പാതിവൃത്യത്തോടെ കണ്ണുകൾ ഇറുക്കിയടിച്ച് അന്ധയായ ഗാന്ധാരി മഹാഭാരതത്തിൽ നാം കാണുന്ന ഒരു അമ്മയാണ്. രണ്ടാമത്തെ അമ്മ ശൂരസേന മഹാരാജാവിൻ്റെ പുത്രിയായി ഭഗവാൻ കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയായ കുന്തിദേവി. പക്ഷെ തൻ്റെ പിതാവ് കൊടുത്ത ചില പ്രതിജ്ഞകൾ കാരണം തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ട് തൻ്റെ സഹോദരനിൽ നിന്ന് വേർപെട്ട് കുന്തിഭോജൻ്റെ വളർത്തുമകളായി ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യ. കൗരവ രാജധാനിയിലെ ധൃതരാഷ്ട്രന്റെ സഹോദരനായ പാണ്ഡവിൻ്റെ പത്നിയായി കടന്നു വന്ന കുന്തി ദേവി. നമുക്കറിയാം, ഒരു സ്ത്രീയും അംഗീകരിക്കാത്ത ഒന്നാണ് തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം, ഭാര്യ വരുമ്പോഴുള്ള വിഷമം. എന്നാൽ പാണ്ഡു വിളിച്ചുകൊണ്ടുവന്ന മാതിരിയുമായി സപത്നി ബന്ധം പങ്കിടേണ്ടി വന്ന കുന്തി എന്ന ആ യുവതി മഹാഭാരതത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. മുനിയുടെ ശാപം മൂലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാതെ വന്ന കുന്തിദേവി ഭർത്താവിൻ്റെ മരണശേഷം രാജ്യവും അധികാരവും നഷ്ടപ്പെട്ട് കാനനത്തിലേക്ക് ഇറങ്ങേണ്ടി വന്ന കുന്തിദേവിയെ മഹാഭാരതത്തിൽ വരച്ചു കാണിക്കുകയാണ് വേദവ്യാസൻ. ഇങ്ങനെ രണ്ട് അമ്മമാരാണ് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട അമ്മമാർ. നമുക്കറിയാം, മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അമ്മമാർ. സ്കൂളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, ഇതിനേറെ സ്വന്തം പിതാവിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഉപരി തൻ്റെ മാതാവിൽ നിന്ന് കിട്ടുന്ന അറിവിലൂടെ വളർന്നു വരികാനാണ് കൂടുതലും കുട്ടികൾക്ക് സാധിക്കുക. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദുര്യോധനാദികളായ സഹോദരന്മാർ മരണമടഞ്ഞതിലും ആ യുദ്ധത്തിൽ വിജയം കൈവരിച്ച് രാജാധികാരം പാണ്ഡവർക്ക് സ്വാധീനമാക്കുന്നതിനും ഈ രണ്ട് അമ്മമാരുടെയും പങ്ക് നമുക്കൊന്ന് മഹാഭാരതത്തിലൂടെ വിശകലനം ചെയ്യാം. ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ അന്ധത, തൻ്റെ ഭർത്താവ് അന്ധനാണ് എന്ന കാഴ്ചപ്പാടിൽ സ്വയം അന്ധത ക്ഷണിച്ചു വരുത്തിയ ഗാന്ധാരിക്ക് തൻ്റെ മക്കളുടെ മുഖമൊന്നും കാണാൻ സാധിച്ചില്ല. തൻ്റെ മക്കളുടെ പ്രവൃത്തി അറിയാൻ സാധിച്ചില്ല. തൻ്റെ മക്കളുടെ വളർച്ച തിരിച്ചറിയാൻ സാധിച്ചില്ല. തൻ്റെ മക്കളുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ സാധിച്ചില്ല. ആ ഗാന്ധാരി സ്വയം ക്ഷണിച്ചു വരുത്തിയ അന്ധത തൻ്റെ മക്കളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒന്നു. അത് അവരുടെ അധപ്പതനത്തിലേക്ക് മാറുന്ന കാഴ്ച മഹാഭാരതം നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധാരി പതിവ്രതയാണ്, നീതിബോധമുള്ള രാജ്ഞിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി തൻ്റെ മക്കളെ നേർവഴിക്ക് നയിക്കാനുള്ള ആ കാഴ്ചശക്തി, ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ കാഴ്ചശക്തി നേരായ വണ്ണം ഉപയോഗിക്കുവാൻ ഗാന്ധാരിക്ക് സാധിച്ചില്ല. ഗാന്ധാരി തൻ്റെ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയെന്ന് മഹാഭാരതത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ കുന്തിദേവിയും ഒട്ടേറെ ദുരിതങ്ങൾ സഹിച്ച കുന്തിദേവി ഒരിക്കലും നിരാശയോടെ ഇരിക്കുന്ന ഒരു രംഗവും മഹാഭാരതത്തിലില്ല. തൻ്റെ മക്കളെ, ഒരു രാജകുമാരന്മാർ പാലിക്കേണ്ട ആ പ്രവൃത്തികളെ കൃത്യമായി തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ നേട്ടങ്ങളിൽ അവരെ അംഗീകരിച്ച് അവരുടെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അവരുടെ നേട്ടങ്ങളിലും അവരുടെ വിജയങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാട്ടിലായാലും മേട്ടിലായാലും നാട്ടിലായാലും വനത്തിൽ കുടീരത്തിലായാലും കുടിലായാലും ആ മക്കളോടൊപ്പം തന്നെ ജീവിക്കുന്ന കുന്തിയാണ് വേദവ്യാസൻ നമ്മെ കാണിച്ചു തരുന്നത്. എന്തിനേറെ ഇന്ന് പല അഭിപ്രായങ്ങളുണ്ടാകാം. എങ്കിലും അർജുൻ ലഭിച്ച ദ്രൗപദിയെ തൻ്റെ 5 മക്കൾക്കുമായി കൊടുക്കുവാൻ നിർദ്ദേശിച്ച ആ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഒരിക്കലും ഭിന്നത ഉണ്ടാകരുത് എന്ന ധാരണയോടുകൂടി തൻ്റെ രാജ്യവും അധികാരവും നേടി തൻ്റെ മക്കൾ വരണമെന്ന ദീർഘവീക്ഷണത്തോടു കൂടി ഗാന്ധാരി എടുത്ത തീരുമാനം നമുക്ക് കാണാം മഹാഭാരതത്തിൽ. അത്രയേറെ തൻ്റെ മക്കളെ പരിപാലിച്ച, തൻ്റെ മക്കളെ നോക്കിയ കുന്തിദേവി, ഗാന്ധാരിയല്ല കുന്തിദേവി. അങ്ങനെ ഈ രണ്ടമ്മമാരും നമ്മൾ മഹാഭാരതത്തിൽ കാണുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ മഹാഭാരതത്തിൽ ഓരോ കഥയും കഥാപാത്രവും സന്ദർഭവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ പാടില്ലാത്തതുമായ സന്ദേശങ്ങൾ തരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ അമ്മമാർ ആരെ പോലെയാകണം? സ്വയം ക്ഷണിച്ചു വരുത്തി അന്ധതയിൽ ജീവിച്ച, തൻ്റെ മക്കളുടെ മരണത്തിന് പോലും കാരണമായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഗാന്ധാരിയെ പോലെ വേണോ? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം കഴിഞ്ഞ് തൻ്റെ മക്കളുടെ ശവശരീരം കാണുവാൻ യുധിഷ്ഠിരനെയും കൃഷ്ണനെയും മറ്റു പാണ്ഡവരെയും കൂട്ടി ഗാന്ധാരി പോകുന്ന രംഗമുണ്ട്. മക്കളുടെ ശവശരീരങ്ങൾ, മൃതശരീരങ്ങൾ കണ്ട് കൃഷ്ണനോട് ചോദിച്ചു, ഒരാളെങ്കിലും ബാക്കി വെച്ചുകൂടെ? കൃഷ്ണനെ ശപിക്കുന്നു ഗാന്ധാരി. പക്ഷെ അവിടെ കൃഷ്ണൻ നല്ല പുഞ്ചരിയോടുകൂടി പറയുന്ന ഒരു ഭാഗമുണ്ട്. അമ്മേ, ഇത് വരുത്തി വെച്ചത് അമ്മയാണ്. അമ്മ ക്ഷണിച്ചു വരുത്തി അന്ധത മൂലം അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഈ മക്കളുടെ മരണത്തിന് കാരണം അമ്മയാണ്. എന്നാൽ കുന്തിയോ, ഭർത്താവിൻ്റെ മരണശേഷം, സപത്നിയുടെ മരണശേഷം 5 മക്കളെയും ചേർത്ത് പിടിച്ച് അവരുടെ വിഷമങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരോടൊപ്പം ജീവിച്ച്, എന്നാൽ അവരെ നേരായ വഴിയിലൂടെ നയിച്ച്, അവരെ പ്രോത്സാഹിപ്പിച്ച്, അവരെ ഒരു വലിയ രാജ്യത്തിൻ്റെ അധികാരികളാക്കി മാറ്റിയ കുന്തി ദേവി. അപ്പം നാം അമ്മമാർ ആരാകണം? ഓരോ അമ്മയും കുന്തിയെ പോലെയാകട്ടെ. ഓരോ അമ്മയും കുന്തി ദേവിയെ പോലെയാകട്ടെ. ഗാന്ധാരിയുടെ നീതിബോധമുണ്ടെങ്കിലും, ഗാന്ധാരിയുടെ പതിവൃത്തി ഉണ്ടെങ്കിലും കുന്തി ദേവിയെ പോലെയാകണം മക്കളോടുള്ള പ്രവർത്തനം. തീർച്ചയായും അങ്ങനെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.